ഈ ചീത്ത ശീലം നമ്മൾ പഠിക്കുന്നത് ഇച്ചിരി കഷ്ടപ്പെട്ട് തന്നെയാണ്. അതുപോലെ തന്നെയാണ് നല്ല ശീലവും ഇച്ചിരി കഷ്ടപ്പെട്ട് തന്നെ പഠിക്കണം. കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെയാണ് നമ്മൾ ചീത്ത ശീലം പഠിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ശീലം പഠിക്കുന്നത് നമ്മൾ വിദ്യാലയങ്ങളിൽ നിന്നും അതുപോലെ സജ്ജന സംസർഗത്തിൽ നിന്നാണ്. ചിക്കനും മട്ടനും പച്ചക്കറിയും ചോറും അതും ഇതും എല്ലാം കൂടെ അരച്ച് അത് ക്ലോസറ്റിൽ ഒഴിച്ച് നെക്കി വെള്ളം അങ്ങോട്ട് പോയി ആകെ എണ്ണയും പിടിച്ച് കറയും പിടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ ഫ്ളാറ്റുകളിലും ഒക്കെ താമസിക്കുന്ന വീട്ടമ്മമാരുടെ ഒരു ബുദ്ധിമുട്ട് അതാണ്. കേരളം മുഴുവൻ ഒരു നല്ല ശീലം പഠിപ്പിക്കാനൊരു ശ്രമം നടത്തുകയാണ് അക്വാടെക്കും അതുപോലെ തന്നെ അഗ്രി പോയിന്റ് എന്ന് പറയുന്ന ചേർത്തലയിലെ ഏറ്റവും പ്രഗത്ഭമായ ഒരു കർഷക സംഘവും ഒരു കർഷക ഗ്രൂപ്പാണത്. നല്ല കൃഷി, നല്ല വെള്ളം, നല്ല വായു, നല്ല ആഹാരം എന്ന മുദ്രാവാക്യം നല്ല ശീലം പഠിപ്പിക്കുക. നമ്മുടെ വേസ്റ്റുകൾ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം. ഒരു കൊച്ചു ബിന്നാണ്. ആ ബിന്നിനകത്തേക്ക് നിങ്ങൾ ഈ വേസ്റ്റ് കൊണ്ട് ഇടുക. എന്നിട്ട് ഇവരൊരു കൾച്ചർ തരും. ആ കൾച്ചറിനൊക്കെ നിസാര പൈസയേ ഉള്ളൂ. ഇതൊരു സോഷ്യൽ വർക്കാണ്, ഇതൊരു കച്ചവടമല്ല. അതിനകത്തൊരു ഇച്ചിരി കൾച്ചർ ഇടുക. അതങ്ങനെ ഇട്ടിട്ട് വരുമ്പോൾ ഒരു 27 ദിവസം 28 ദിവസം കഴിയുമ്പോൾ നല്ല ഒന്നാം തരം കമ്പോസ്റ്റ് വളമായി മാറും. നല്ല ഡ്രൈ ആയിരിക്കും, സ്മെല്ലില്ല, നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ല, ഹാപ്പിയാണ്. ഇത് വാരി റോസയ്ക്ക് ഇടുക. റോസ കിജുകിജാന്ന് പറഞ്ഞിട്ടുണ്ടാവും. മുളകിനിടുക, നിറച്ച് മുളക്, കരിവേപ്പില് 2 കരിവേപ്പ് ഇട്ട് കൊടുക്കുക. ദിവസം കറിക്ക് ഓരോ ഇല നമുക്ക് കിട്ടും. ഇതിനൊന്നും വെളിയിൽ പോട്ട. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പച്ചക്കറികൾ ഓരോ ചട്ടിയിലായിട്ട് നമുക്ക് വെക്കാം. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഒരു സുവർണമായൊരു അവസരമാണ്. നമ്മുടെ മാലിന്യം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാതെ, പ്രകൃതിക്ക് ബുദ്ധിമുട്ടാകാതെ നാം തന്നെ സംസ്കരിക്കുമ്പോൾ നമ്മൾ സംസ്കാര സമ്പന്നൻ ആവും. ഈ ശീലം അക്വാടെക്കും അഗ്രി പോയിന്റും കൂടെ ചേർന്ന് സമൂഹത്തിന് കാഴ്ചവെച്ച ഈ ഒരു ശീലം ഞങ്ങൾ കുറേ കാലമായി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. 41 ദിവസം ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശീലമായി മാറും. അതിന്റെ ഗുണം നമുക്ക് മനസ്സിലാവും. ഇത് ഒരു ശീലം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഒരു നാടിനെ ഒരു നല്ല ശീലത്തേക്ക് നയിക്കണമെന്ന് എല്ലാവരോടും താഴ്മയായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. Aquatech, touching lives for a better tomorrow.